ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഭിന്നസംഖ്യയെക്കുറിച്ച് അതിന്റെ ഭാഗം 2 ഭിന്നസംഖ്യയിൽ നമ്മൾ ചില സാധാരണ ഭിന്നം, അതുപോലെ തന്നെ വിഷമ ഭിന്നം, പിന്നെ മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നത്തിലോട്ട് മാറ്റാം, അതുപോലെ തന്നെ ചില സങ്കലനം, വ്യവകലനം എന്നിവയെ കുറിച്ച് നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ട് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളും അതുപോലെ ചില കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോ അതിനു മുന്നേ നമ്മൾ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുന്ന രീതി നമ്മൾ പഠിച്ചു അല്ലെ. എന്നാല് വിഷമഭിന്നത്തെ ഒരു ഭിന്നം തരികയാണ്, അതിനെ എങ്ങനെ നമ്മൾ മിശ്രഭിന്നത്തിലോട്ട് മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു ഉദാഹരണം തരാം. ഇപ്പൊ ഒരു 8/3 എന്ന് പറയുന്ന ഒരു ഭിന്നം, ഈ ഭിന്നത്തെ എങ്ങനെ എനിക്ക് മിശ്രഭിന്നത്തിലോട്ട് മാറ്റാം? സിമ്പിൾ ആണ്, ഒന്നുമില്ല. 8നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക. 8നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുക. 3 8 എത്ര വട്ടം പോകും? 2 വട്ടം. ബാക്കി ശിഷ്ടം 6. ബാക്കി ശിഷ്ടം എത്രയാണ്? 2. കഴിഞ്ഞു, നിൽക്കട്ടെ. ഇനി ഇതിനെങ്ങനെ മിശ്രഭിന്നത്തിലോട്ട് മാറ്റാം എന്നുള്ളതാണ്. ഇവിടെ കിട്ടിയ ഈ ഹരണഫലം പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക. ശിഷ്ടം നമ്മൾ അംശമായിട്ടും 3നെ നമ്മൾ ഛേദമായിട്ട് എഴുതുക. എപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന ഭിന്നത്തിലെ ഛേദം എന്താണോ അത് തന്നെയായിരിക്കും അതിന്റെ മിശ്രഭിന്നത്തിലെ ഛേദം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയാണ്. എന്താ ചെയ്തത്? നമ്മള് ഒരു ഭിന്നം തരുന്നു, ആ ഭിന്നത്തെ ഹരിക്കുന്നു, അതിന്റെ ഹരണഫലം പൂർണ്ണസംഖ്യയായിട്ടും ശിഷ്ടം അംശമായിട്ടും ആ 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദമായിട്ടും എഴുതുന്നു. ക്ലിയർ ആണല്ലോ. ഒരു എക്സാമ്പിൾ തരാം. ഇപ്പോ 5/2 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ഇതിനെ നമ്മളോട് മിശ്രഭിന്നത്തിലോട്ട് മാറ്റാൻ പറഞ്ഞു. എന്ത് ചെയ്യുന്നു? 5നെ 2 കൊണ്ട് ഹരിക്കുന്നു. 1 2 2, 2 2 4. അപ്പൊ 2 വട്ടമാണ് പോകുന്നത്. 4 എഴുതുന്നു, റിമൈൻഡർ 1 ആണ്. എന്ത് ചെയ്യുന്നു? ഹരണഫലത്തെ പൂർണ്ണസംഖ്യയായിട്ടും ശിഷ്ടത്തെ അംശമായിട്ടും 2നെ ഛേദമായിട്ടും എഴുതുന്നു. ക്ലിയർ ആണോ? ഇതാണ് ഒരു ഭിന്നത്തെ മിശ്രഭിന്നമാക്കാനുള്ള വഴി. ഇനി മിശ്രഭിന്നത്തെ എങ്ങനെയായിരുന്നു നമ്മൾ വിഷമഭിന്നമാക്കിയിരുന്നത്? ഇപ്പൊ ഇവിടെ 2 1/2 തന്നിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? 2 × 2 + 1 / 2. ദാറ്റ് മീൻസ് 2 × 2 + 1 / 2 = എത്ര കിട്ടും? 5/2 തന്നെയാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ മിശ്രഭിന്നത്തെ അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ആക്കാനുള്ള വഴി എന്ന് പറയുന്നത്. നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കേട്ടതിന് വന്ന ചോദ്യം തന്നെയാണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 + 1/2 + 1/3 + 1/6 എത്ര എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ സാധാരണ ഇത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? 1 + 1/2 ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സംഖ്യനെ കൊണ്ട് മറ്റേ സംഖ്യനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സംഖ്യ മറ്റേ സംഖ്യ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്ത് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും. കാരണം കേട്ടതിന് ഏറ്റവും കൂടുതൽ പോകുന്നത് മാത്സിനാണെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1 + 1/2 + 1/3 + 1/6 എത്രയാന്നുള്ളതാണല്ലോ ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞിരുന്നു, ഛേദത്തിന്റെ LCM എടുക്കുക എന്നുള്ളത് അല്ലെ. ഛേദത്തിന്റെ LCM എടുക്കുക. LCM എങ്ങനെയാണ്? അതിനെ കുറിച്ചൊരു വീഡിയോ ഇടാം. എന്നാലും LCM എങ്ങനെയാണ് കാണുക? അപ്പൊ 2 3 6 എന്ന് എഴുതി അല്ലെ. 2 3 6 എന്ന് എഴുതി ഈ സംഖ്യയുടെ LCM കാണുമ്പോൾ ഈ 3 സംഖ്യയിലും ഏതെങ്കിലും 2 സംഖ്യകളിൽ പൊതുവായിട്ട് പോകുന്ന ഒരു സംഖ്യ എടുക്കുക. ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. ഏതാണ്? 2 എടുക്കുക അല്ലെ. 2 ഏറ്റവും ചെറുത്. 2 എടുക്കുന്ന സമയത്ത് 2 ഒരു വട്ടം, 3 3 വട്ടം, കാരണം 3 പോകില്ല, അപ്പൊ 3 ഇറക്കി എഴുതി. 6 3 വട്ടം അല്ലെ. ഇനി ഈ 3 ആര് പോകും? 3 പോകുമല്ലോ. അപ്പൊ ഞാനിവിടെ 3 എഴുതി. 1 1 1 കഴിഞ്ഞു, നിർത്തി, കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതായത് 2 × 3 × പിന്നെ 1 1 1 അങ്ങനെ ആണല്ലോ. 2 × 3 എത്രയാണ്? 6 ആണ്. അപ്പൊ 6 ഇവിടുത്തെ LCM. അതായത് എല്ലാ ഛേദവും നമുക്ക് എന്താക്കാം? 6 ആക്കാം. അപ്പൊ നോക്കിക്കേ, ഈ 1/1 ഏതൊരു സംഖ്യയുടെ അടിയിൽ എന്തുണ്ട് കേട്ടോ? 1 ഉണ്ട് അല്ലെ. ഇപ്പൊ 3 ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ 1 ഉണ്ട്. 2 ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ 1 ഉണ്ട്. 6 ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ 1 ഉണ്ട്. അപ്പൊ 1 ഇവിടെ ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ 1 പ്ലസ് പിന്നെ 1/2 ഇവിടെ അടിയിൽ 6 ആക്കിയില്ലേ, ഇവിടെ 6 ആക്കിയില്ലേ. അപ്പൊ 1ന്റെ കൂടെ 6 ചെയ്തു അല്ലെ.
അതുപോലെ 1/2 ആണ്. 2നെ 6 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പൊ 1/2 × 3 എന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് അടിയിൽ ഇറക്കി എഴുതാം. 1/6 × 1 പ്ലസ് 1/2 × 3 പ്ലസ് ദെൻ 1 എന്തുകൊണ്ടാണ് നമ്മൾ LCM കാണുന്നത്? ഛേദമല്ലാതെ തുല്യമാക്കിയ നമ്മ അംശത്തെ മാത്രം കൂട്ടിയാൽ പോരെ, സിമ്പിളായിട്ട് കാര്യം കഴിയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി 3 × 3നെ 6 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 അവിടെ തന്നെ, 1/6 അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഛേദത്തിൽ എന്തൊക്കെ കാട്ടിയാലും അത് എവിടെയും കാട്ടണം, അംശത്തിലും കാട്ടണം. 1 കൊണ്ട് ഗുണിച്ചോ, 2 കൊണ്ട് ഗുണിച്ചോ, 6 കൊണ്ട് ഗുണിച്ചോ, 6 കൊണ്ട് 8 കൊണ്ട് ഗുണിച്ചോ, എന്തുകൊണ്ട് ഗുണിക്കുക, ഹരിക്കുക, കൂട്ട് എന്ത് ചെയ്താലും അത് എവിടെയും ചെയ്യണം, അംശത്തിലും ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു 6നെയാണ് ഗുണിച്ചത്, അങ്ങനെയെങ്കിൽ മുകളിലും 6നെ ഗുണിക്കണം. ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരു 3നെയാണ് ഗുണിച്ചത്, അങ്ങനെയെങ്കിൽ അംശത്തിലും 3നെ കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഞാൻ 2 കൊണ്ടാണ് ഗുണിച്ചത്, അങ്ങനെയെങ്കിൽ അംശത്തിലും 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇവരെ മാറ്റാം അല്ലെ. അപ്പൊ മുകളിൽ 6 ആയി ആണല്ലോ. 6/6 പ്ലസ് 3/6 പ്ലസ് 2/6 പ്ലസ് 1/6 ആയല്ലോ. ഇനി നമുക്ക് സുഖമല്ലേ, ഛേദമെല്ലാതും തുല്യമായാൽ അംശം ഡയറക്റ്റ് കൂട്ടിയാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 6 + 3 + 2 + 1 ഡിവൈഡഡ് ബൈ 6, ദാറ്റ് മീൻസ് എത്രയാണ്? 6ഉം 2ഉം 8, 8ഉം 3ഉം 11, 11ഉം 1ഉം 12. അപ്പൊ 12/6 എന്ന് കിട്ടും. ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 12ൽ എത്ര വട്ടം പോകും? 2 വട്ടം. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 2 ആണ്. ആൻസർ ഇവിടെ ഉണ്ട്. ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. 1 + 1/2 + 1/3 + 1/6 എത്ര എന്നുള്ളതാണ് ചോദ്യം. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു? LCM കാണുന്നു. കാരണം ചെയ്ത് തുല്യമാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ 2 3 6ന്റെ LCM എന്ന് പറയുന്നത് 2 കൊണ്ട് ഗുണിച്ചപ്പോ 1 3 3 എന്ന് കിട്ടി. 3 കൊണ്ട് ചെയ്തു, 3 1 1 1 എന്ന് കിട്ടി. ഇതിന് LCM എന്ന് പറഞ്ഞാൽ 2 × 3 × 1 × 1 × 1 × 1 ആണ്. ദാറ്റ് മീൻസ് 6 ആണ് നമുക്ക് LCM എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഈ 1ന്റെ അവിടെ അല്ലെ, ഈ 1ന്റെ അവിടെ എന്ത് ചെയ്തു? 1 × 6/6 പ്ലസ് 1 × 3/2 × 3 പ്ലസ് 1 × 2/3 × 2 പ്ലസ് 1/6 എന്ന് കിട്ടി. ഇതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 6 + 3 + 2 + 1 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 12/6 ഈക്വൽ ടു 2 എന്ന ആൻസർ കറക്റ്റ്ലി 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയല്ലോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് എന്ത് 1 മിനിറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ എക്സാമിന് സമയം ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റിനും ഓരോ മിനിറ്റ് ആണ് അല്ലെ, അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കണ്ടോളൂ. 1 - 1/2 + 1/4. ഇതിപ്പോ രണ്ടെണ്ണുള്ളൂ. ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഛേദത്തെ തുല്യമാക്കിയിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ ബോർഡ് മാസ് വഴിയല്ലേ. ബോർഡ് മാസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അത് ഞാൻ വഴിയേ വരാം. ബോർഡ് മാസ് ആദ്യം ഇവിടെ ബ്രാക്കറ്റാണ് കിടക്കുന്നത്. അപ്പോ ബ്രാക്കറ്റിനുള്ള ആളെ ചെയ്താലോ? ആളെ ചെയ്യാം. നോക്കിയേ, 1/2 + 1/4. ഇതിന്റെ LCM എന്താണ്? 4 ആണ് അല്ലെ. എങ്ങനെ വന്നു നോക്കാം. 2 4 2 4 വരുമ്പോൾ 2 തന്നെയാണ് അതിൽ പോവുക. അപ്പോൾ 1ഉം 2ഉം കിട്ടിയല്ലേ. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാല്ല. അപ്പൊ 2 × 2 എത്രയാണ്? 4 തന്നെയാണ് ഇവിടെ LCM. ഒന്നെങ്കിൽ LCM കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ LCM കൊടുക്കുന്നു. അപ്പൊ 1/2 4 ആകുമ്പോൾ എന്ത് വരും? മുകളിൽ 2 വരും. 2/4 പ്ലസ് ഇവിടെ ആരാണ്? 1/4 തന്നെയാണ് അടിയിൽ അല്ലെ. അപ്പൊ എത്ര വരും? നമുക്ക് 3/4 എന്ന ആൻസർ കിട്ടി. ഇനി അവിടെ ഉള്ളത് 1 ആണ്. അപ്പൊ 1 - 3/4 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഏതൊരു സംഖ്യയുടെ അടിയിൽ 1 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ 4നെ ചെയ്യുന്ന സമയത്ത് 4 × 1 - 3 × 1 ഡിവൈഡഡ് ബൈ 1 × 4 ഈക്വൽ ടു എത്ര വന്നു? 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/4 എന്ന ആൻസർ കിട്ടി. ഇവിടെ ഉണ്ടോ? ആൻസർ ഉണ്ട്. ബി ഓപ്ഷൻ 1/4 ആണ് അല്ലെ. അപ്പൊ ഇതാണ് അതിന് തുല്യമായത്. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളെ ചെയ്യും. 1/2 + 1/4 ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ LCM കാണാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 ആണ് LCM കിട്ടും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് തരാം, നോക്കിക്കോളൂ. 4 × 1 + 2 × 1 ഡിവൈഡ് ബൈ 4 × 2 എന്ന് കിട്ടും അല്ലെ. ഈക്വൽ എത്രയാണ്? 4 + 2 എന്ന് പറയുന്നത് 8
6 ആണ് അല്ലെ. അപ്പൊ 6/8 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ചെറുതാക്കാം. ഇത് 2 വെച്ച് ചെറുതാക്കാം അല്ലെ. 6 2 എത്ര വട്ടം പോകും? 3 പ്രാവശ്യം പോകും അല്ലെ. 8 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. അപ്പൊ 3/4 എന്ന് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സാമിൽ എപ്പോഴും ലഘൂകരിച്ച രൂപം മാത്രമേ നമ്മൾ കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 6/8 എടുത്തിട്ട് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ ലഘൂകരിക്കാൻ പറ്റുമെങ്കിൽ ലഘൂകരിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ. അപ്പൊ 3/4 ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1 - 3/4 ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64. ഈ ചോദ്യം എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ LCM തന്നെയാണ് കാണുക. ഇപ്പൊ 2, 4, 8, 16, 32, 64 ഇതിലെല്ലാത്തിലും പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ മക്കളെ? ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 2 അല്ലേ. എല്ലാത്തിലും 2 പോകും അല്ലെ. 2 1 2 4 8 അല്ലെ. 8 അതുപോലെ തന്നെ പിന്നെ എത്രയാണ്? 32 16 അല്ലെ. 16 പിന്നെ മറ്റേതിലോ 32 ആണ് വരിക അല്ലെ. 32. ഓക്കെ. ഇനി ഇതിലും ആര് പോകും? 2 പോകും അല്ലെ. 1 ഇറക്കി എഴുതി. 2 ഒരു പ്രാവശ്യം പോകും. പിന്നെ 4 എത്ര വട്ടം പോകും? 2 പ്രാവശ്യം പോകും. 8 4 പിന്നെ 16 8 then 32 എത്ര വരും? 16 തന്നെ വരും. പിന്നെയും നമ്മൾ ഇതിൽ പോകും, 2 പോകും അല്ലെ. 1 1 1 1 പിന്നെ 2 4 and 8 പിന്നെയും 2 പോകും. അപ്പൊ എത്രയാണ്? ഇവിടൊക്കെ പോയി 1 then 4 2 8 4 പിന്നെയും 2 പോകും. എത്രയാണ് വരിക? 1 അതുപോലെ തന്നെ 2 കഴിഞ്ഞു അല്ലെ. ഇനി ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഗുണിക്കുക. അപ്പൊ 2 × 2 4 4 × 2 എത്ര 2 ഉണ്ട്? 1 2 3 4 5 6 2 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ റേസ്റ്റ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ എത്ര നമുക്ക് കിട്ടുക? 64 ആണ്. അതിനെ കൊണ്ട് മൊത്തം ഗുണിക്കുമ്പോൾ നമുക്ക് 64 ആണ്. അപ്പൊ 64 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത്. 64 ആണ് ഇവിടുത്തെ LCM ആയിട്ട് വരിക. അപ്പൊ എല്ലാ സംഖ്യയുടെ അടിയിൽ എന്ത് കണ്ടാൽ മതി? 64 ഇട്ടാൽ മതി അല്ലെ. അപ്പൊ 1/2 64 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 32 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മൾ അടിയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ മുകളിലും ചെയ്യണം അല്ലെ. 32 പ്ലസ് അടുത്തത് ഇവിടെ 64 ആണ് അല്ലെ. 64 ഓക്കെ. 64 2 × 32 ആണല്ലോ 64. ഓക്കെ. അടുത്തത് 4 ചെയ്യുമ്പോൾ എത്ര ചെയ്താൽ മതി? 64 കിട്ടണമെങ്കിൽ 4 കിട്ടണമെങ്കിൽ എത്രയാണ്? 16 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. 16 × 4 ആണ് എത്രയെന്ന് പറയുന്നത്? 64 ആണല്ലോ. ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 1/4 16 ചെയ്താൽ മതി. അപ്പോ മുകളിൽ 16 / 64 പ്ലസ് 8 എത്ര ചെയ്താൽ മതി? 8 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. 8 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ മുകളിലും 8/64 പ്ലസ് 16 എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 16 4 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പോൾ എത്ര വരും? മുകളിൽ 4/64 പ്ലസ് 32 2 കൊണ്ട് 2/64. അടുത്ത ആളൊന്നും ചെയ്യണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 32 plus 16 plus 8 plus 4 plus 2 plus 1 divided by 64. ഇതിനെ മൊത്തം ഒന്ന് കൂട്ടി നോക്കിയേ. നമുക്ക് എന്താ കിട്ടുക? 32 plus 16 എത്രയാണ്? 48 അല്ലെ. then 48 plus 8 എത്രയാണ്? 56. then 56 plus 4 എത്രയാണ്? 60 plus 2 എത്രയാണ്? 62 plus 1 എത്രയാണ്? 63. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 63/64 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെല്ലാത്തിന്റെയും LCM കണ്ടു. എന്താണോ ഛേദത്തിൽ ചെയ്യുന്നത് അത് തന്നെ അംശത്തിലും ചെയ്തു. എല്ലാത്തിന്റെയും അംശം മൊത്തം കൂട്ടി. ക്ലിയർ ആണല്ലോ. ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. ഈ ഒരു ചോദ്യം ഒരു 2-3 തവണ ആവർത്തിച്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ ഒരു 64ന്റെ കണക്ക്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഒരാള് തന്റെ സമ്പാദ്യത്തിന്റെ 1/3 ഭാഗം മകനും, ഒരാൾ എന്ത് ചെയ്തു? അയാളുടെ സമ്പാദ്യത്തിന്റെ 1/3 ഭാഗം മകനും 1/2 ഭാഗം മകൾക്കും നൽകി. എങ്കിൽ ബാക്കി
എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാലേ, ഇപ്പൊ ഒരാളുടെ തന്റെ സമ്പാദ്യം അത് ഞാനിപ്പോ 1 ആയിട്ട് എടുത്തു. കാരണം നമ്മൾ ഏതൊരു സംഖ്യ, ഒരു ഭിന്നസംഖ്യ എടുക്കുകയാണെങ്കിൽ ഏതൊരു പ്രോബബിലിറ്റിയുടെയും ഒക്കെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് അല്ലേ? നമ്മൾ ചിന്തിക്കുക അങ്ങനെയാണ്, 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ അയാളുടെ സമ്പാദ്യത്തിന് എന്തെടുത്തു? 1 എടുത്തു. അത് മൈനസ് എത്ര കുറച്ചാൽ മതി? 1/3 ഭാഗം മകനും 1/2 ഭാഗം മകൾക്കും കൊടുത്തല്ലോ. അത് തമ്മിൽ കൂട്ടിയാ പോരെ? അതായത് 1/2 + 1/3 ചെയ്താ പോരെ? അത് 1ൽ നിന്ന് കുറച്ചാ പോരെ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. 1/2 + 1/3 പറയുമ്പോൾ എത്രയാണ് ഇവിടെ വരിക? അപ്പോൾ 3 + 2 5 5/6. അപ്പൊ 1 - 5/6. 1 - 5/6 ചെയ്യുമ്പോൾ എത്ര വരും? 6 × 1 - 5 ആണ് 1 ആണ്. 1/6 ആണ്. അപ്പൊ 1/6 ആണ് ബാക്കി ഭാഗം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി ചെയ്തു നോക്കാം നമുക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു? അയാളുടെ ടോട്ടൽ സമ്പാദ്യം, മൊത്തം സമ്പാദ്യം 1 ആയിട്ട് എടുക്കുന്നു. അതിൽ നിന്ന് മകനും മകൾക്കും കൊടുത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/6 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതൊക്കെ കേട്ടതിന് വന്ന ചോദ്യം തന്നെയാട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണേ. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോ നമ്മൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മൾ മിശ്രഭിന്നം, വിഷമഭിന്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ? ഇനി അതിൽ എന്താണ് സമാന ഭിന്നം എന്ന് പറഞ്ഞാൽ? സമാന ഭിന്നം എന്ന് പറഞ്ഞാല് ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയോ അതുപോലെ ഛേദത്തെയോ, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയോ ഛേദത്തെയോ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ചെയ്താൽ ആ ഭിന്നസംഖ്യയുടെ സമാന ഭിന്നങ്ങൾ ലഭിക്കും. എന്ത് കിട്ടും? സമാന ഭിന്നങ്ങൾ ലഭിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ 1/2 കണ്ടോ? 1/2നെ നമുക്ക് വേണ്ട 2/3 എടുക്കാം. ഓക്കെ, 2/3 എടുക്കാം. ഇപ്പൊ 2/3 ഇപ്പൊ ഞാൻ 5 കൊണ്ട് ഗുണിച്ചു, ഇതിനെയും 5 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര എനിക്ക് കിട്ടി? 10/15. അത് ഒരു സമാന ഭിന്നമാണ്. ഇനി പിന്നെയും ഞാൻ 2നെ ഇപ്പൊ 7 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 7 കൊണ്ട് ഗുണിച്ചല്ലോ. അപ്പൊ എന്ത് വന്നു? 14/21. അത് അതിന് സമാന ഭിന്നമാണ്. മനസ്സിലായോ എങ്ങനെയാന്നുള്ളത്? ഇനി വീണ്ടും ഞാൻ 2നെ 4 കൊണ്ട് ഗുണിച്ചു, 3നെയും 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 8 കൊണ്ട് ഗുണിച്ചു വിചാരിച്ചോ, 8 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എന്തോ 4 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എന്ത് വരും? 8/3. 8 3 18 അല്ലേ? സോറി അതെ 24. ഞാൻ എത്ര കൊണ്ട് ഗുണിച്ചേ? 4 കൊണ്ടല്ലേ ഗുണിച്ചേ? സോറി 2നെ 4 കൊണ്ട് 2 × 4/3 × 4 അല്ലേ? അപ്പൊ എന്തോരും? 8/12 എന്ന് കിട്ടും. ഓക്കെ, ശരി. സോറി. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ 2നെ എത്ര കൊണ്ട് ഗുണിക്കുകയാണ്? 8 കൊണ്ട് ഗുണിക്കുകയാണ്. 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × 8 / 3 × 8 എത്ര വരും നമുക്ക്? 16/24 എന്ന് വരും. അപ്പൊ ഇതൊക്കെ എന്താണ്? 2/3ന്റെ സമാന ഭിന്നങ്ങളാണ്. മനസ്സിലായല്ലോ? എന്താണ് സമാന ഭിന്നങ്ങൾ എന്ന് പറയുന്നത്? ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോ 4/3 എന്ന് നോക്കാം. 4/3 എന്നപ്പോ 4നെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു, 3നെ 2 ഗുണിച്ചു, എത്ര വരും? 8 6 അല്ലേ? ഇത് വരും. അതുപോലെ തന്നെ ഞാൻ 4നെ 4 കൊണ്ട് ഗുണിച്ചു, 3നെ 4 കൊണ്ട് ഗുണിച്ചു അല്ലെ? അപ്പൊ എത്ര വരും? 4 4 16, 4 3 12. ഓക്കെ, ഇതൊക്കെ എന്താണ്? 4/3ന്റെ സമാന ഭിന്നങ്ങളാണ്. ഇതാണ് സമാന ഭിന്നം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മറ്റൊരാളാണ് വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ. ആരാണ്? വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ. എന്താണ് വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല്? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കാണ്. 3/2 എന്ന് എടുത്തല്ലോ. ഇതൊരു ഭിന്നമാണ്. ഇതിന്റെ വ്യുൽക്രമം പറഞ്ഞാൽ തലതിരിച്ചെഴുതാം. ഇത്
തലതിരിച്ചെഴുതുക. ഛേദം അംശമായിട്ടും അംശം ഛേദമായിട്ടും മാറാം, അത്രയേ ഉള്ളൂ. അതായത് 2/3 എന്ന് കിട്ടും. ഇനി 4/5ന്റെ വ്യുൽക്രമം എത്രയാണ്? 5/4. 6/2ന്റെ വ്യുൽക്രമം എത്രയാണ്? 2/6. 3/2ന്റെ വ്യുൽക്രമം എത്രയാണ്? 2/3. മനസ്സിലായോ? ഇതാണ് വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാല്. ഇത് നമുക്ക് ഹരണത്തിന്റെ ഭാഗത്ത് ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ ഒരു ഭിന്നത്തിന്റെ തലതിരിച്ച രൂപം, ഒരു ഭിന്നത്തിന്റെ തലതിരിച്ച രൂപം, ഒരു ഭിന്നത്തിന്റെ തലതിരിച്ച രൂപം. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ തരട്ടെ. ഈ വ്യുൽക്രമവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തരട്ടെ. വ്യുൽക്രമവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തരാം. നോക്കിക്കേ 9/5 9/5ന്റെയും 3/2ന്റെയും വ്യുൽക്രമങ്ങളുടെ തുക നോക്കിക്കേ. 9/5ന്റെ വ്യുൽക്രമം എത്രയാണ്? 5/9. 3/2ന്റെ വ്യുൽക്രമം എത്രയാണ്? 2/3. രണ്ടും കൂടി കൂട്ടുക, അത്രയേ ഉള്ളൂ. ദാറ്റ് മീൻസ് 5/9 + 2/3. ക്ലിയർ ആണോ? അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്നെങ്കിൽ ഇതിന്റെ എൽസിയം എത്രയാണ്? 9 ആണ് അല്ലെ. അപ്പോ 5/9 + 2 × 3 6/9 = 6 5 11 11/9 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ചോദ്യം തരട്ടെ. രാജു എന്ത് ചെയ്തു? എഴുതിക്കോളൂ. രാജു 4.5 കിലോ ആപ്പിൾ വാങ്ങിച്ചു. 4.5 കിലോ എന്ത് വാങ്ങിച്ചു? ആപ്പിൾ വാങ്ങിച്ചു. അതുപോലെ 3.25 കിലോ എന്ത് വാങ്ങിച്ചു? ഓറഞ്ച് വാങ്ങിച്ചു വിചാരിച്ച. ആകെ കിലോഗ്രാം, ആകെ ഭാരം എത്ര? എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലെ. അതായത് 4 1/2 + 3 3/4 ചെയ്താൽ മതിയല്ലോ. എന്ത് ചെയ്താൽ മതി? മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കണം അല്ലെ. അപ്പൊ 2 × 4 8 8 + 1 9 9/2 + 4 3 12 12 3 15 15/4. ഇതിന്റെ LCM 4 ആണ്. അപ്പൊ 9 × 2/4 + 15/4 = എത്ര വരും? 18ഉം 15ഉം 18ഉം 15ഉം എത്രയാണ്? 8ഉം 5ഉം എത്രയാണ്? 13 അല്ലെ. 13 ആണല്ലോ. 13 + 33 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് 33/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അതായത് ഇപ്പൊ എന്നിട്ട് ഇതിന് എന്ത് മാറ്റണം? നമ്മൾ സാധാ ഭിന്നത്തിലോട്ട് മാറ്റണം. നമുക്ക് ഇങ്ങനെ കിലോ പറയാൻ പറ്റില്ലല്ലോ, പറയാൻ പറ്റില്ല. അപ്പൊ 4.33 4.33 പറയുമ്പോൾ ഒരു 4 4 4 8 3 4 12 7 4 28 അല്ലെ. 8 4 32 വരും അല്ലെ. 8 4 32. അപ്പോ 8 4 32 1 റിമൈൻഡർ ആയിട്ട് വരും. അപ്പൊ നമ്മൾ 8 അല്ലെ. അപ്പൊ 8 ശിഷ്ടം അംശമായിട്ട് 8 1 4 എന്താണ്? ഛേദമായിട്ട് എഴുതുന്നു. അപ്പൊ എത്ര വരും? 8.25 കിലോ ആണ് മൊത്തം ആര് വാങ്ങിച്ചത്? രാജു വാങ്ങിച്ചത്. 8.25 കിലോ ആണ് മൊത്തം ആര് വാങ്ങിച്ചത്? രാജു വാങ്ങിച്ചത്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചെയ്യുക. എന്ത് ചെയ്യുക? 2 ഭിന്നം കൂടിയിട്ട് കൂട്ടിയാൽ മതി. 2 ഭിന്നം കൂടിയിട്ട് കൂട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഇതൊരു ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യം തരട്ടെ. നോക്കിക്കോളൂ. 1/4 + 1/8 + 1/16 എത്രയാണ്? എങ്ങനെ ചെയ്യാ? LCM കാണാം അല്ലെ. 1/16. ഓക്കെ, LCM കാണാം അല്ലെ. അപ്പൊ 4 8 16 നോക്കിക്കോളൂ. 2 പോവില്ലേ? 2 8 4 16 8 വീണ്ടും 2 പോവില്ലേ? 1 2 4 വീണ്ടും 2 പോവില്ലേ? 2 1 1 2 മതിയല്ലോ. ഇനി 2 2 4 4 2 8 8 2 16 16 തന്നെയാണ് ഇവിടുത്തെ LCM. അപ്പൊ നോക്കിയേ 1/16 കിട്ടണമെങ്കിൽ 4 4 + 8 കിട്ടണമെങ്കിൽ 16 8 കൊണ്ട് 16 കിട്ടണമെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. മുകളിലും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 2 + 1/16 എത്രയാണ് വരിക? 6 അല്ലെ. 6 + 1 7 7/16 ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോ ഒരു ഭിന്നസംഖ്യയുടെ ഗുണനവും കുറക്കലും മിശ്ര ഭിന്നത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും എല്ലാം കൃത്യമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്